UK-യിൽ 2 പേരെ നാട് കടത്തിയിരിക്കുന്നു അല്ലേ? അത് ലവ് ജിഹാദിന്റെ പേരിലാണ് ഒരു നാട് കടത്തപ്പെട്ടത് എന്നാണ് അറിയുന്നത്. ലവ് ജിഹാദ് നടത്തിയോ? ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ലവ് ജിഹാദോ അതെന്താ സാധനം എന്നൊക്കെയാ ചോദിക്കുന്നത്. നമ്മുടെ ഇവിടുത്തുകാർക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ പുറത്തുള്ള വിദേശീയർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലവ് ജിഹാദ് ഗ്യാങ് എന്ന് പറയുന്നത് ഒരു ഗ്യാങ് ആണ്. ആ ഗ്യാങ് ചെയ്തിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതായത് ഒരു 1400ഓളം പെൺകുട്ടികളെ അവര് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇത്തരത്തിൽ പ്രേമം നടിച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുക, അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2 പാകിസ്ഥാൻകാരെ ബ്രിട്ടൻ ഇപ്പോൾ നാട് കടത്താൻ പോവുകയാണ്. UK-യിലെ ബ്രാഡ്ഫോർഡ് സ്വദേശികളായിട്ടുള്ള ആദിൽ ഖാൻ, ഖാരി അബ്ദുൾ റൌഫ് എന്നിവരെയാണ് നാട് കടത്താൻ പോകുന്നത്. ഇത് വെറുതെ അങ്ങ് പിടിച്ച് നാട് കടത്തുകയല്ല, നീണ്ട നാൾ നിന്നിട്ടുള്ള നിയമയുദ്ധത്തിനൊടുവിൽ തന്നെയാണ് നാട് കടത്തുന്നതും. അതായത് ഇവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇവര് തന്നെ, ബ്രിട്ടൻ തന്നെ ചെലവ് കൊടുക്കേണ്ട അവസ്ഥ കൂടി അവിടെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ വിധിയോടുകൂടി ബ്രിട്ടനിലെ മറ്റു പല ഭാഗങ്ങളിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയാ ഗ്യാങ്ങുകളൊക്കെ എന്താ പറയാ വളരെ ശിക്ഷാ നടപടിക്ക് വിധേയമാകുമെന്നുള്ള ഭയത്തിലാണ്. ഇത്രയും നാള് എന്ന് പറഞ്ഞാൽ അവർ നിർഭയം, ഇത് പിടിക്കപ്പെടുന്നത് വരെ അവർ നിർഭയം ഈ കാര്യം, ഈ ചൂഷണം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ UK-യിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും ബ്രാഡ്ഫോർഡിലും ഒക്കെ പാകിസ്ഥാനികൾ സ്ഥിരമായിട്ട് ധാരാളമായിട്ട് തിങ്ങി ഇടതൂർന്ന് താമസിക്കുന്ന ഒരു ഇടങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് വെള്ളക്കാർ എന്ന് പറയുന്നത് അധികം സമ്പന്നരല്ലാത്ത വിഭാഗമാണ്. അപ്പൊ ഈ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഈ വെള്ളക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുഡാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നതാണെങ്കിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ്. ഇവിടെ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന പാവപ്പെട്ട വെള്ളക്കാരി പെൺകുട്ടികളെയൊക്കെ ഈ പാകിസ്ഥാനി ബംഗ്ലാദേശി യുവാക്കൾ പലതും പറഞ്ഞു മയക്കി പീഡനത്തിന് ഇരയാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ 2006-2007 മുതൽ തുടങ്ങിയ കലാപരിപാടിയാണ് അളിയന്മാരവിടെ. അപ്പൊ ഇപ്പോഴാണ് പിടി വീഴുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഭക്ഷണ പാക്കറ്റും മദ്യവും മയക്കുമരുന്നും ഒക്കെ നൽകിയിട്ട് ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പതിവായി. ഏതാണ്ട് ഒരു 13-14 വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇവർ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏതാനും ദിവസങ്ങൾ മാത്രം വിവാഹം കഴിക്കുന്നതായിട്ടൊക്കെ ധരിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. മതം മാറ്റുന്നതിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മതം മാറ്റുന്നത് പിന്നീടാണല്ലോ, ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ ആണ് ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കാര്യത്തിലേക്ക് അവർ കടന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളക്കാരുടെ പോലീസ് എന്ന് പറയുന്നത് ഇവർ ഈ കേസുകളൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങ് അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലവ് ജിഹാദികൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അതെ, അത്തരത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ മുസ്ലിം ഗ്യാങ്ങുകളൊക്കെ ഇപ്പോ ഈ പോലീസുകാർക്ക് ഈ കേസുകൾ തലവേദനയായതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയതോടെ ഇവരെ ശക്തി പ്രാപിച്ചു എന്ന് വേണം കരുതാനായിട്ട്. ഈ ഗ്യാങ്ങിലെ പലരുടെയും ബർത്ത്ഡേ ഗിഫ്റ്റായി പോലും ഈ പെൺകുട്ടികളെ, ഈ വെള്ളക്കാരി പെൺകുട്ടികളെയൊക്കെ പതിവായിട്ട് കാഴ്ചവെക്കുകയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്ക് ഏതാണ്ട് 47ഓളം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പോലീസിന് ഇപ്പം മൊഴി നൽകിയിട്ടുള്ളത്. പോലീസിനോട് കൂടി സഹകരിച്ച് മൊഴി നൽകിയിട്ടുള്ളത്. ഇവരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങൾക്കൊക്കെ വിധേയരാക്കിയവർ പലരും പ്രതികളായി ഉണ്ടെങ്കിൽ ഇതിൽ പ്രതികളായിട്ടുള്ള 42 പാകിസ്ഥാനികളെ മാത്രമാണ് പോലീസ് പൊക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പാകിസ്ഥാനി വംശജരായിട്ടുള്ള മുസ്ലിം പ്രതികൾക്ക് കോടതി നൽകിയ മൊത്തം ശിക്ഷ എന്ന് പറയുന്നത് 432 വർഷത്തെ തടവ് ശിക്ഷയാണ്. 2004 ഇവർക്ക് ശിക്ഷ നൽകുകയാണ്. അത് ബ്രിട്ടനിൽ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പലപ്പോഴും ഈ കേസുകൾ എടുക്കാൻ ഇവർ മടിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പോലെ തന്നെ അവിടെയും പ്രശ്നമുണ്ട്. അതായത് ഇത്തരം കേസുകളിൽ പെടുന്നവരെ എന്താ പറയുന്നത് ഇസ്ലാമോഫോബിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് രക്ഷപ്പെടാലോ അങ്ങനെ. അപ്പൊ ഈ പരിപാടി അവിടെയും ഉണ്ട് എന്നുള്ളതാണ്. പറയുമ്പോൾ എല്ലാ കാര്യത്തിനും മതം പറഞ്ഞാൽ മതി. ചില ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ്, നമ്മുടെ നാട്ടിലെ ചില ഭാഗത്തൊക്കെ ഒരു കള്ളനെ പിടികൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരുദ്ധന പ്രവർത്തിക്കുക എന്തെങ്കിലും ചെയ്യുന്നത് പെട്ടെന്ന് തല്ലുന്നിടത്ത് നിന്ന് പ്രത്യേക ഒരു പേര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും
അപ്പൊ തന്നെ മാറിക്കളയും. അത് ആ മതവിഭാഗത്തിന്റെ മാത്രം കാര്യമാണ്. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് രാജ്യത്തെ പൗരത്വം ഉള്ളവർക്ക് ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ ബ്രിട്ടൻ അനുവദിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന ആളുകൾ ഇതൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 432 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്യാങ്ങിലെ ഈ 2 പ്രതികളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകാര്. അപ്പൊ ഇവരെയാണ് നാട് കടത്താൻ ഇപ്പോൾ ബ്രിട്ടൻ തീരുമാനിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലേക്ക് നാട് കടത്താനായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ ഈ തീരുമാനം ബ്രിട്ടനിലെ നിയമത്തിന് എതിരാണെന്ന് കാണിച്ച് കുറ്റവാളികളായിട്ട് ഈ 2 പാകിസ്ഥാനികൾ നിയമ പോരാട്ടം നടത്തി. ഇവർക്ക് നിയമ പോരാട്ടം നടത്താനുള്ള തുക പോലും ബ്രിട്ടീഷ് സർക്കാർ നൽകണമെന്നാണ് നിയമം. അത്തരത്തിൽ ഇവർക്ക് വേണ്ടി ചെലവഴിച്ചത് 6 കോടി രൂപയാണ്. 6 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടത്. പക്ഷെ ഈ 2 പേരും കേസ് നടത്തിയിട്ടും തോറ്റുപോയി. അതിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ നാടുകടത്തൽ വരുന്നത്. ആദിൽ ഖാൻ, ഖാരി അബ്ദുൾ റാഫ് എന്നിവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞവർ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനി പൗരത്വം റദ്ദാക്കിയതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഇവരെ പുറന്തള്ളുന്നത് വളരെ വിഷമമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗാങ്ങിന് പറയുന്ന ഒരു പേര് പാകിസ്ഥാൻ ലവ് ജിഹാദ് ഗാങ് എന്നാണ് പറയുന്നത്. ഇവർ ഇത്തരത്തിൽ ഒരു 1400ഓളം പെൺകുട്ടികളെ നിലവിൽ കിട്ടിയ കണക്കനുസരിച്ച് 1400 ഉണ്ടാവുമല്ലോ. അതെ, അപ്പൊ അതുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോ ഇവരുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് റോത്തറാം ഗാങ് എന്നാണ്. റോത്തറാം ഗാങ് എന്നാണ് ഈ ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. റോത്തർഹാമിൽ കുട്ടികളായിരിക്കെ ഗുണ്ടാ സംഘങ്ങൾ ചൂഷണം ചെയ്ത 5 സ്ത്രീകൾ പറയുന്നത് ആ സമയത്ത് പട്ടണത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി തങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവരെവിടെ പോയിട്ടാണ് നീതി ചോദിക്കേണ്ടത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 12 വയസ്സുള്ളപ്പോൾ മുതൽ സൗത്ത് യോർക്ക്ഷയർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് കാറിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഈ പറഞ്ഞ സാക്ഷി പറഞ്ഞ അവർ കൂടി ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീ പറയുകയാണ്. തങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ അവരെ അധോലോക സംഘത്തിന് കൈമാറുമെന്നു കൂടിയുള്ള ഭീഷണി അവർക്ക് നേരെ മുഴക്കിയെന്നും പറയുന്നു. ഇവരിതൊക്കെ വെളിപ്പെടുത്തിയത് BBC-യോടാണ്. അപ്പോൾ ഈ സ്ത്രീകളിൽ നിന്നുള്ള രേഖാമൂലമുള്ള വിവരങ്ങളും ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ ഇരകളായിട്ടുള്ള മറ്റ് 25 പേരുടെ മൊഴികളും കണ്ടതായിട്ട് BBC-യും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ചിലരിൽ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടാ സംഘത്തിനൊപ്പം പ്രവർത്തിച്ചു എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. 97-നും 2013-നും ഇടയിൽ റോത്തർഹാമിൽ കുറഞ്ഞത് നേരത്തെ പറഞ്ഞത് കണക്ക് 1400ഓളം കുട്ടികളെ പുരുഷന്മാർ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രൊഫസറായിട്ടുള്ള അലക്സിസ് ജെ എന്ന് പറയുന്ന വിദഗ്ധൻ പോലും പറയുന്നത്. 2014-ലാണ് അദ്ദേഹം തൻ്റെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ പഠനം നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അദ്ദേഹം വായിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന്റെ പങ്കിനെ കുറിച്ച് ഇപ്പോൾ അവിടെ പ്രത്യേകം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തൃപ്തികരമായ അന്വേഷണമല്ല എന്ന് ഈ പ്രൊഫസർ പറയുന്നുണ്ട്. നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥരായിരുന്നു കുറ്റവാളികൾ എന്നതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വഴിമുട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയാനായിട്ട് കാരുന്നത്. ഇക്കാര്യം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംഭവത്തിൽ 30ഓളം പേരുടെ മൊഴികളാണ് BBC-ക്ക് ലഭിച്ചത്. ചില ഇരകളിൽ ചിലർക്ക് 11 വയസ്സ് പോലും പ്രായം ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെറിയ കുട്ടികളെയാണ് ഇവന്മാർ ഈ ക്രൂരപ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കാര്യം ഒക്കെ ആലോചിക്കുമ്പോഴേ എന്താ പറയുക, നമുക്ക് ഈ ലോകത്തിന് എന്താ പറയാ മനസാക്ഷി ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ അറിയാണ്ടെങ്കിലും, അതെ പറയുമ്പോ അത് തന്നെയാണ് പ്രിയൻ പറഞ്ഞതാണ് സത്യം. മനസാക്ഷി ഇല്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ജിഹാദികൾക്ക് അവർക്കൊരു മനസാക്ഷിയില്ല. അവർക്ക് ഈ പറയുന്ന ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണല്ലോ. അതിന്റെ ഒരു പ്രശ്നമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് ഇപ്പോൾ ലണ്ടനും ഈ ബ്രിട്ടനും ഒക്കെ ബ്രിട്ടീഷുകാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്പിന്റെ അവസ്ഥ നാൾക്ക് നാൾ മോശമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പോലും, അതായത് മതമില്ലാത്ത ആൾക്കാർ 95% രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അവിടുത്തെ അവസ്ഥ പോലും ഇപ്പൊ പരിതാപകരമാണ്, അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക.